ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മതികലയുടെ നീക്കങ്ങൾ അതിരുകടക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന സീത മതികലയുടെ നിഴലായി മാറുന്നു. അധികം ദിവസമേ നിന്റെ ഈ രാത്രി സഞ്ചാരം നടക്കത്തില്ല. നമ്മൾ കരുതുന്ന പോലെ അത്ര നിസ്സാരമല്ല സീതയെടുത്തി. അവരെ സംബന്ധിക്കുന്ന ഒരു വലിയ രഹസ്യം എനിക്കറിയാമെന്നറിഞ്ഞിട്ടും രണ്ടും കൽപ്പിച്ചൊരു യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുക അവര്. മതികല സീതയെ ഒഴിവാക്കാൻ ജലജയുടെ സഹായം തേടുന്നു. വയലോരം വീട്ടുകാർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ കളത്തിലിറക്കട്ടെ. ജലജയുടെ സഹോദരൻ ഡിവൈഎസ്പി ജയസേനനെ വയലോരത്തിറക്കാൻ അവർ തീരുമാനിക്കുന്നു. വാക്കിലും പ്രവൃത്തിയിലും ക്രൂരത നിറഞ്ഞ നരി ജയൻ എന്ന ഡിവൈഎസ്പി ജയസേനന്റെ വരവ് വയലോരം വീടിനെ ആകെ ഭയപ്പെടുത്തുന്നു. തുടർന്ന് കാണുക. പെങ്ങള് വിധവയായിൽ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. മക്കളൊക്കെ സെറ്റിലായില്ലേ? ഇനി പെങ്ങൾക്ക് വേണമെങ്കിലും ഒരു ബന്ധം ആലോചിക്കാവുന്നേ ഉള്ളൂ. ഏത് വയസ്സാം കാലത്ത് നോക്കാൻ ഒരാള് വേണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാ. പെങ്ങള് പോയിത്തിന് വെള്ളം എടുത്തോട്ട് വാവങ്ങളെ ചെല്ലു പെങ്ങളെ. അമ്മേ, അങ്കിള് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എടുത്തുതരാം വെള്ളം. എന്നാ പിന്നെ ഞാൻ തന്നെ എടുത്തോളാം. ഇതാ അങ്കിൾ വനസിജൻ, കുട്ടിമണിയുടെ. അല്ല, സിജൻ എവിടെ പോയിരുന്നു? ഞാൻ വണ്ടി സർവീസിന് കൊടുക്കാൻ. ഹലോ മൈ ഡിയർ ബോയ്. ഒരു മാറ്റമില്ലല്ലോടാ നിനക്ക്, പണ്ടത്തെ പോലെ തന്നെ. നീ പേടിക്കണ്ട, ഇവിടെ വെച്ച് നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്റെ കലമോൾ പറയും പോലെ നിന്റെ കാര്യത്തിൽ ഞാൻ എന്തും ചെയ്യും. പെങ്ങളെ, വരാന്തയിലോട്ടിരിക്കാൻ ഭയങ്കര ചൂടാ ഇവിടെ. അപ്പച്ചിയമ്മേ. എന്താ മോളെ? എനിക്ക് അപ്പച്ചിയമ്മയുടെ ഒരു സഹായം വേണം. ഞാനത് പറഞ്ഞ അപ്പച്ചിയമ്മയ്ക്ക് വിഷമാവോ? അയ്യോടാ, എന്റെ പൊന്നുമോളെ, എന്നാ പറഞ്ഞാലും അപ്പച്ചിയമ്മയ്ക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പറഞ്ഞാട്ടെ. അത് അങ്കിള് TV ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നല്ലേ. പോകുമ്പോ ദക്ഷിണ പോലെ എന്തെങ്കിലും ഞാൻ പോക്കറ്റ് വെച്ചു കൊടുക്കണ്ടേ? പിന്നെ വേണ്ടായോ? അതാ ഞാൻ പറഞ്ഞത്, അപ്പച്ചിയമ്മ എന്നെ സഹായിക്കണമെന്ന്. ഞാൻ എന്നതാ മോളെ ചെയ്യേണ്ടത്? അത് എന്റെ കയ്യിലിപ്പോ കാശായിട്ടൊന്നും ഇരിപ്പില്ല. എടുക്കണമെങ്കിൽ ATM-ൽ പോണം. ഞാൻ അന്ന് തന്ന ആ 10,000 രൂപ അതെനിക്ക് തരാമോ? കടമായിട്ട് മതി. നാളെ രാവിലെ തന്നെ ഞാൻ അപ്പച്ചിയമ്മയ്ക്ക് ATM-ൽ എടുത്തു തരാം. എന്റെ പൊന്നുമോളെ, ഇതായിരുന്നോ? എന്റെ മോൾ എടുത്തോണ്ട് പോ. ആ കാശ് ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ. മോളിപ്പം KTM-ലൊന്നും പോണ്ട. എന്നാ അതിങ്ങ് എടുത്തു. ഇപ്പൊ എടുത്തു തരാം. എവിടെ പോയി? എന്താ അപ്പച്ചിയമ്മേ? പൊന്നുമോളെ, ആ പൈസ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? 10,000 രൂപയോ? പരുത്തിക്കാവിലമ്മ ഇതെവിടെ പോയി? ഈശ്വര, ഇതാരെടുത്തു?
രവേട്ടാ, ഒരു പ്രശ്നം. പ്രശ്നോ? എന്ത് പ്രശ്നം? എന്താ മതി? എന്താ മോളെ? അല്ല, അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. നീ കാര്യം പറയടി. അത് ഇവിടുത്തെ അപ്പച്ചമ്മയ്ക്ക് ഞാനൊരു 10,000 രൂപ കൊടുത്തിരുന്നു. അതിപ്പോ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? എവിടെ പോയി? ആരെങ്കിലും എടുത്തതായിരിക്കും. അല്ലാതെ നോട്ട് കെട്ടിന് കൈയും കാലും ഉണ്ടോ ഇറങ്ങിപ്പോവാൻ? എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിവിടെ തന്നെ ഉള്ളവരായിരിക്കും. അല്ലാതെ പുറത്ത് നിന്ന് ആരെങ്കിലും ഒന്ന് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കി പിന്നെ സംശയിക്കണ്ട, ഈ പെണ്ണ് തന്നെ കുട്ടിമണി. ആങ്ങളെ, കണ്ടില്ലേ അവളുടെ മുഖത്തെ വെപ്രാളം? പിടിച്ച് മാറ്റി നിർത്തി ചോദിക്കാങ്ങളെ. തത്ത പറയും പോലെ സത്യം പറയും പെണ്ണ്. നിന്ന് തുള്ളിക്കൊണ്ട് പറയും. ഇങ്ങോട്ട് വാടി. എടി ഇങ്ങോട്ട് വരാൻ. അങ്കിളെ വേണ്ട. കലമോളും ഉണ്ടരുത്. കാണാതെ പോയിരിക്കുന്ന രൂപ 1ഉം 2ഉമല്ല, 10,000. ഇങ്ങോട്ട് വരാനല്ലേടി പറഞ്ഞത്? ഇങ്ങോട്ട് മാറിയിക്കടേ. ഇങ്ങോട്ട് മാറിയിക്കാൻ. അവളങ്ങനെയൊന്നും എടുക്കത്തില്ല സാറേ. ആങ്ങളുടെ വക വക്കാലത്തൊന്നും വേണ്ട. കള്ളത്തരം അത് വച്ചു പൊറപ്പിക്കില്ല ഈ നടിജയൻ. നീയാണൊരു കാശെടുത്ത് സത്യം പറഞ്ഞോണം. കള്ളം പറയുന്നോടി. എവിടെയാണ് നീ കാശ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? അയ്യോടി, ഒരു പുന്നാര മുത്ത്. ഇവള് തന്നെ ആയിരിക്കും എടുത്തിട്ടുള്ളത്. ഇല്ല, അവളെടുക്കില്ല. എടി പോലീസുകാരുടെ മുമ്പിൽ വിളച്ചെടുക്കുന്നോടി കുരുപ്പേ. പാപത്തടി, എടി പാപത്താൻ. നിർത്തടി. സത്യം പറഞ്ഞു, അല്ലെങ്കിൽ അടുത്ത അടിക്ക് നിന്റെ മുതുകത്ത് തൊലിയുരിച്ച് ബെൽറ്റ് മടങ്ങി വരൂ. എന്നിട്ടും നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ നഖത്തിൽ ഞാൻ മൊട്ടുസൂചി കേട്ടുപിടി. സാറേ, ഇനി അവളെ പേടിപ്പിക്കല്ലേ. കാശെടുത്ത് ആരാണെന്നല്ലേ സാറിന് അറിയേണ്ടത്? അതെ, ഞാനാ എടുത്തത്. കാശിന് ദാരിദ്ര്യം വന്നപ്പോ. ദാരിദ്ര്യം വന്ന കക്കണല്ലേ ബെസ്റ്റ് കുടുംബം. എടാ കൊച്ചനെ, നീ എന്നെ സൽക്കരിച്ചത് കാശ് കൊടുത്ത് വാങ്ങിയ സാധനം കൊണ്ടായിരുന്നല്ലോ. അതോ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വഴിയിൽ ആരെങ്കിലും തടഞ്ഞു നിർത്തി എന്റെ കുപ്പി കണ്ടില്ലേ, കോഴി കണ്ടില്ലേ, അത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ എന്ന് ചോദിക്കുമോടാ മോനെ? അപ്പോ കള്ളനെ കിട്ടി. എന്താടി കൊച്ചെ, കേസാക്കണോ? മുയലിനെ കൊണ്ടുപോകുന്ന പോലെ ഞാൻ ഇവനെ കൊണ്ടുപോകും. എന്താ? ഒന്നും വേണ്ടെങ്കിലേ, പ്ലീസ്. ഇങ്ങനെ പ്രശ്നമാക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ നമുക്കിറങ്ങാം. പെങ്ങളെ, കൂടുതൽ സമയം ഇവിടെ നിന്നാൽ ഇവര് നമ്മുടെ വല്ലതും അടിച്ചു മാറ്റിയാലോ? അതെ, നിന്റെ ആഭരണങ്ങളിലൊക്കെ ഒരു കണ്ണ് വേണം കേട്ടോ. പാപങ്ങളെ,
ബാലേട്ടൻ കാശെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇത് അനിയത്തെ രക്ഷിക്കാൻ വേണ്ടി ബാലേട്ടൻ വെറുതെ പഴിയേറ്റെടുക്കുക. ഞാൻ എടുത്തതാ. എന്തൊരു അഭിമാനത്തോടെ പറയുന്നേ, ഞാൻ എടുത്തെന്ന്. നാണമില്ല നിങ്ങക്ക്? ഇതിലും ഭേദം പോയി പിച്ചെടുത്താ മതിയായിരുന്നു. എന്തോന്ന് രവി, അമ്മയൊന്നും മിണ്ടായിരുന്നേ? എന്റെ ഭാര്യ വീട്ടുകാരുടെ മുമ്പിൽ മുഖം പോയത് എന്റെയാ. ഒരു കള്ളന്റെ അനിയനായില്ലേ ഞാനിനി എങ്ങനെ മതിയുടെ അമ്മയുടെ മുഖത്ത് നോക്കും? ഇതിലും വലിയൊരു അപമാനം വരാനുണ്ടോ? മതി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ, അല്ലെങ്കിൽ പോലീസ് കൊണ്ടുപോയനെ അമ്മയുടെ മൂത്ത മോനെ. ഒരു കണക്കിന് കൊണ്ടുപോകേണ്ടതായിരുന്നു. കൂടെ നിന്ന് കുടുംബത്തിന്റെ മാനം കളയുന്നവരൊക്കെ 10 ദിവസം അകത്ത് കിടക്കണം. കള്ളൻ കപ്പലിൽ തന്നെ കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ രവി, നീ ഒരുപാടൊന്നും പറയണ്ട. ഇതുവരെ ആരുടെ ഒരു കരിയില് പോലും ബാലിനെടുത്തിട്ടില്ല. എന്തിനാ കരിയില? ഇപ്പൊ എടുത്തില്ലേ 10,000? മക്കാലത്തിന് പിന്നെ ആളുള്ളതുകൊണ്ട് എന്തു ആവല്ലോ. കാശ് കടം ചോദിച്ചിട്ട് കൊടുക്കാത്ത മൂച്ചിന് അത് കയറി മോഷ്ടിച്ചു. സാമർത്ഥ്യം നോക്കണേ. അല്ല, പഠിപ്പും വിവരം ഉണ്ടെങ്കിലല്ലേ അന്തസ്സിന്റെ വില അറിയൂ. രവിയേട്ടാ, ഇനി ബാലേട്ടനൊന്നും പറയരുത്. ആ കാശ് ബാലേട്ടനെ കൊണ്ടെടുപ്പിച്ചത് ഞാനാണ്. എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഞാനത് ചിലവാക്കിയത്. ബാലേട്ടൻ നിരപരാധിയാണ്. ചുമ്മാ സിജുനൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നോക്ക. എനിക്ക് മനസ്സിലായി. എന്റെ രവിയേട്ടനൊന്ന് നിർത്ത്. 10,000 രൂപ എനിക്ക് അങ്ങനെ വലിയ തുകയൊന്നുമല്ല. പോയത് പോട്ടെ. ഇവിടെ എല്ലാരും പരസ്പരം താങ്ങാനും സഹായിക്കാനും തയ്യാറായി നിൽക്കുക. അവസാനം എന്റെ പാവം രവിയേട്ടൻ മോശക്കാരനും ആവും. മതി പറഞ്ഞാ പിന്നെ ഞാനൊന്നും മിണ്ടുന്നില്ല. എന്നാലും വലിയ കഷ്ടം തന്നെ. നമുക്ക് പോകാം. അയ്യോ വല്യേച്ചി, എന്റെ വല്യേട്ടൻ കരയുന്നു. അത് കരഞ്ഞതല്ല, കണ്ണി പൊടി വീണതാ. ആണുങ്ങൾ ആരെങ്കിലും കരയുവോ? ആണുങ്ങൾ കരയത്തില്ലയോ? കാശെടുത്തത് നിനക്ക് വേണ്ടി അല്ലേ? ഓ, വല്യളിയനെ രക്ഷിക്കാൻ കുഞ്ഞളിയന്റെ ത്യാഗം. ആ കാശ് എന്റെ കൈ തന്നെ ഉണ്ടടാ. ഞാനാ അത് മാറ്റിയത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ കൂറ് എങ്ങോട്ടാണെന്ന്. എന്റെ മതി, ഞാൻ ബുദ്ധിപരമായിട്ട് കയറി ഇടപെട്ടതല്ലേ. എന്ത് ബുദ്ധിപരം? അതല്ലേ ഞാൻ പറയുന്നത്. മതി ഭയങ്കര ബുദ്ധിമതിയാണെങ്കിലും ചില സമയത്ത് എന്നെ പിടികിട്ടില്ല എന്ന്. എൻ്റെ മതി സീതയിടത്തെ കയ്യിലെടുക്കാനുള്ള എൻ്റെ ഒരു നമ്പറിലായിരുന്നു അത്. സ്വന്തം ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കെതിരെ തിരിയാൻ ഏത് ഭാര്യയും ഒന്നറയ്ക്കും. ആ രവിയേട്ടാ, എത്തിയോ ഓഫീസിൽ? ആ, അമ്മയെ കണ്ടാ പറയണം ആ 10,000 രൂപയുടെ കാര്യത്തിൽ കേസിനൊന്നും പോണ്ടാന്ന്. എടുത്തവരതുകൊണ്ടങ്ങ് രക്ഷപ്പെടട്ടെ. എന്നെ സംബന്ധിച്ച് ഈ 10,000 എന്ന് പറയുന്നത് എന്റെ ഒരു ഡ്രസ്സ് മേടിക്കുന്ന വില പോലും ആവുന്നില്ല. അല്ല, കാശ് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊക്കെ ഒരു വലിയ തുകയാ. ആ, പിന്നെ ലോക്കറിന്റെ കാര്യം മറക്കരുത് കേട്ടോ.
നാളെ ഇനി ആഭരണങ്ങളാവും പോകുന്നത്. പറ്റുമെങ്കിൽ ഒരു ഗോൾഡ് പ്യൂരിറ്റി അനലൈസർ കൂടി മേടിക്കണം. സ്വർണം എടുത്തിട്ടേ പകരം മുക്കുപണ്ടം വെച്ച് നമ്മളെ പറ്റിച്ചാലോ? അല്ല, കള്ളം വീടിനകത്ത് തന്നെ ആവുമ്പോ. ആരെടി നീ കള്ളം വിളിച്ചത്? എടി ആരെയാന്നാ? ബാലേട്ടനെയാണോ? എന്റെ ഭർത്താവിനോട് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ കയറാൻ നിങ്ങളാരാ? നിന്റെ ഭർത്താവിനോട് നീ നിന്റെ കാര്യം പറയണം. മനസ്സറിയാത്ത കാര്യത്തിന് നീ മറ്റുള്ളവരെ അധിക്ഷേപിച്ചോണ്ടല്ലോ. അയ്യടാ, മനസ്സറിയാത്ത കാര്യം. കട്ടിട്ടും കള്ളം മുമ്പോട്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഭർത്താവിനെ ന്യായീകരിക്കാൻ ഒരു ഭാര്യ വന്നേക്കുന്നു. നിങ്ങളും കൂടെ ചേർന്നാവും മോഷണം നടത്തിയത്. അതാ നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നത്. ദേ കലമോളെ, നെറികെട്ട വർത്താനം പറയരുത്. നിന്റെ 10,000 രൂപ ഞങ്ങൾക്ക് എന്തിനാടി? മണിമാളിക പണിയാണ്. നിങ്ങൾ മണിമാളിക പണിയോ മട്ടുപ്പാവ് സ്വർണം പൂശുവോ എന്തെങ്കിലും ചെയ്യും. പോയത് എന്റെ കാശല്ലേ. കാശ് കളവ് പോയതാണോ അതോ നീ തന്നെ എടുത്ത് വേണ്ടപ്പെട്ടവർക്ക് വല്ലവർക്കും കൊടുത്തതാണോ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, ഏട്ടത്തിയെ കുന്തവന്നൊന്നും ഞാൻ നോക്കത്തില്ല. എന്റെ ഇടിനി എന്റെ ചെയ്യുമെന്ന നിനക്കാരെ അധിക്ഷേപിക്കാം? നീ ആരാ? രാജകുമാരിയോ? നിങ്ങൾ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ? ആരാ നിങ്ങളെന്ന്? ഹൗ ഡെയർ യു? ഓടി വന്ന അല്ലെങ്കിൽ പിള്ളേർ തമ്മിൽ തല്ലി ചാവും. നിങ്ങളെ ഞാൻ മാറു പിള്ളേരെ. അയ്യോ, ഒന്ന് പിടിച്ച് മാറ്റി ചേർന്ന്. എന്തോന്നാ ഈ വീട്ടിൽ നടക്കുന്നത്? മാറി നിൽക്കാൻ അങ്ങോട്ട്. വാക്കുകൊണ്ടുള്ള അംഗം കഴിഞ്ഞപ്പോ രണ്ടും കൂടെ കയ്യാ കളിയായോ? അമ്മേ, ഞാൻ രവേട്ടന് ഫോൺ വിളിക്കുമായിരുന്നു അമ്മേ. അതിനിടയിലേക്ക് സീതയെടുത്തി വന്ന് ചുമ്മാ വഴക്കുണ്ടാക്കി. എന്നെ പറ്റി എന്തൊക്കെ വൃത്തികേടുകളാ ഇവര് പറഞ്ഞെന്നറിയാവോ? അമ്മ അല്ല, അവള്. നിർത്ത് അമ്മ, ഞാനൊന്ന് നിർത്താനല്ലേ പറഞ്ഞത്? അമ്മ അവള് ബാലേട്ടനെയാ പറയാ. വേണ്ട, ഇന്നലെ അവന്റെ വക ആവശ്യത്തിനധികം അമ്മയ്ക്ക് തന്നു. ഇന്ന് നിന്റെ വക. വിളക്ക് പോലെ 2 മരുമക്കൾ വന്നല്ലോ എന്ന് അഹങ്കരിച്ചവളാ ഞാൻ. കിട്ടി, ആവശ്യത്തിന് കിട്ടി. നീയല്ലേ ഇവിടുത്തെ മൂത്ത മരുമോള്. കളി എത്ര വയസ്സിന് മൂത്തതാ നീ? പക്വതയോടെ നിക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് നിനക്കൊട്ടും അടക്കമില്ല. എന്നെ പെരക്കകത്തിട്ട് തീയുടെ എല്ലാരും കൂടെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി തീരുന്നതിൽ ഭേദം അതാ. ശരിയാവത്തില്ല നാത്തൂനെ, ഒന്നും ശരിയാവത്തില്ല. സ്വസ്ഥത നമുക്ക് ആർക്കും പറഞ്ഞിട്ടേ ഇല്ല ഒരു കാലത്തും. എന്റെ പരിചയക്കാവില്ലേ എന്തൊക്കെയായത്? എനിക്ക് വയ്യ. അമ്മേ, എന്താ മോളെ ഇത്? നീ സീത എത്ര സ്നേഹത്തോടെ ഇരുന്നതാ. ഇപ്പൊ എന്ത് ചെറിയ കാര്യം വന്നാലും കീരിയും പാമ്പും പോലെയാ. ആ 10,000 രൂപയാണോ പ്രശ്നം? മോള് നാത്തൂന് കൊടുത്ത ആ കാശ് ബാലനെടുക്കുന്ന എനിക്ക് വിശ്വാസമില്ല. എനിക്കും വിശ്വാസമല്ലമ്മേ. ബാലേട്ടനല്ല കള്ളത്തരം കാണിച്ചതും കാണിക്കുന്നതും. ബാലേട്ടനോട് മറ്റു ചിലരാ കള്ളത്തരം കാണിക്കുന്നത്. ആര്? പറഞ്ഞാൽ അമ്മ അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിനി അത് പറയാതിരിക്കാൻ വയ്യ. എന്റെ നെഞ്ചിനകത്തിരുന്ന് ആ രഹസ്യം വിങ്ങി പൊട്ടുവാ. രവിയേട്ടനോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. എന്റെ പാവം ബാലേട്ടൻ. എത്ര വലിയ ചതിയാ അവര് ബാലേട്ടനോട് കാണിക്കുന്നത്. മോളെ എന്നതാ ഇങ്ങനെ അറ്റവും മുറിയും പറഞ്ഞുകൊണ്ടിരുന്ന അമ്മയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ എങ്ങനെ അമ്മയോടത് പറയും? പക്ഷെ ഇനി പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തുമില്ല. മോളെ നീ പറയേ. ഞാൻ പറയുന്നത് അമ്മ ശ്രദ്ധയോടെ കേൾക്കണം. എല്ലാ തെളിവുകളും സഹിതം ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യമാണ്. സീതേടത്തേക്ക് എന്നോടുള്ള ദേഷ്യത്തിന്റെ കാരണം അമ്മയ്ക്കറിയാമോ? അവരീ കുടുംബത്തോടും പാവം ബാലേട്ടനോടും ചെയ്യുന്ന കൊടും ചതി അറിയാവുന്ന ഒരേ ഒരാള് ഞാനാ. അതുകൊണ്ട് അവര്... ചതിയോ? എന്ത് ചതി? അമ്മ കരുതും പോലെ അത്ര പാവമൊന്നും അല്ല അമ്മേ സീതേടത്തി. ഈശ്വര, അമ്മ തലേ കെട്ടി വെച്ചേക്കുമല്ലേ സീതേടത്തി. എന്നാ കേട്ടോ, ലോകത്തൊരു പെണ്ണും
ആരോടും ചെയ്യാത്ത ചതിയാ അവര് ബാലേട്ടനോട് ചെയ്തോണ്ടിരിക്കുന്നത്. മോളെ നീ കാര്യം പറ, എന്റെ ദേഹം വിറയ്ക്കുന്നു. അമ്മ ധൈര്യം സംഭരിച്ച് കേൾക്കണം ഇത്. ബാലേട്ടനുമായി നടന്നത് സീതേടത്തിയുടെ 2ാം കല്യാണമായിരുന്നു. ഞാനീ രഹസ്യം അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയതും സീതേടത്തി എന്നെ ശത്രുവായി കണ്ടു. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞ എന്നെ മനസ്സിനെ ചേർത്ത് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുമെന്നും പറഞ്ഞു. ബാലേട്ടനുമായി നടന്നത് സീതേടത്തിയുടെ 2ാം കല്യാണമായിരുന്നു. എന്താ എന്താ പറഞ്ഞത്? നേരത്തെ സീതേടത്തി ഒരു കല്യാണം കഴിച്ചു താമ. അത് മറച്ചുവെച്ച ബാലേട്ടന്റെ ഭാര്യയായത്. വലിയ പതിവ്രതയും പരിശുദ്ധയുമായി ഇവിടെ കഴിയുന്നത്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അങ്ങനെ ചതിക്കാനാവോ സീതയ്ക്ക് നമ്മളെ? പിന്നെ ഇത്രയും വലിയൊരു കാര്യം ഞാൻ ഉണ്ടാക്കി പറയോ അമ്മേ? ഞാനീ പറയുന്നത് കള്ളമാണെന്ന് തെളിഞ്ഞ എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ പറ്റൂ? ഞാൻ പറഞ്ഞത് സത്യമാണമ്മേ. അമ്മയ്ക്ക് അന്വേഷിച്ച് ബോധ്യപ്പെടാം, എന്നിട്ട് വിശ്വസിച്ചാൽ മതി. അയ്യോ, കാട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് 4 വർഷം മുമ്പായിരുന്നു കല്യാണം. ആ അമ്പലത്തിലേക്കാ സീതേടത്തി ഒറ്റയ്ക്ക് പോകുന്നത്. എന്റെ ബലമായ സംശയം അത് പഴയ ഭർത്താവിനെ കാണാൻ വേണ്ടിയാണെന്ന്. ഞാനീ രഹസ്യം അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയതും സീതേടത്തി എന്നെ ശത്രുവായി കണ്ടു. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞ എന്നെ മനസ്സിനെ ചേർത്ത് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോ ഞാൻ ഭയന്നുപോയി. മനസ്സിനെങ്ങാനും പിണങ്ങിപ്പോയാ നമ്മുടെ കുട്ടിമണിയുടെ ജീവിതം പോയില്ലേ അമ്മേ? അതെനിക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ എനിക്കിനി ഇത് ഒളിച്ചു വെക്കാൻ വയ്യ. ബാലേട്ടന്റെ മുഖം കാണുമ്പോ എന്റെ നെഞ്ചു പൊട്ടും അമ്മേ. അമ്മയുടെ അടുത്ത് അവര് നല്ലവിളി ചമഞ്ഞു നിൽക്കുന്നത് കാണുമ്പോ എന്റെ അമ്മ ചതിക്കപ്പെടുന്നത് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ വയ്യമ്മേ. ഓരോ നിമിഷവും അവര് ചതിക്കുവാ നമ്മളെ. നാളെ അവരുടെ ഭർത്താവ് ഈ പടി കയറി വന്ന പഴയ ബന്ധത്തിൽ അവർക്കൊരു കുട്ടിയുണ്ടെങ്കിൽ അമ്മ ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ ബാലേട്ടൻ ചങ്കുപൊട്ടി ചത്തുപോകത്തില്ലേ അമ്മ? അമ്മേ